കായംകുളം പുള്ളിക്കണക്ക് നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഉത്രം പടയണി മഹോത്സവം നടത്തി. കോലങ്ങൾ നിറഞ്ഞാടിയത് ഭക്തജനങ്ങൾക്കും കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവമായി. ഉത്രം പടയണി മഹോത്സവത്തിന്റെ ഭാഗമായി കായംകുളം പുള്ളിക്കണക്ക് നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ കോലങ്ങൾ നിറഞ്ഞാടിയത് ശ്രദ്ധേയമായി. പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് വരച്ച പാളക്കോലങ്ങൾ ചൂട്ടിന്റെ മാത്രം വെളിച്ചത്തിൽ ദൃശ്യമാകുന്നത് കാണുവാൻ നിരവധി പേർ എത്തി. രാത്രിയുടനീളം കത്തിക്കുവാനുള്ള ചൂട്ടുകളൊക്കെ ഭക്തർ വഴിപാടുകളായാണ് സമർപ്പിച്ചത്. ഒറ്റപ്പാളയിൽ വിരിയുന്ന പിശാചുകോലം മുതൽ 21 പാളയിൽ വിരിയുന്ന ഭൈരവി കോലം വരെ ഇക്കുറി കളത്തിലെത്തി. പ്രസന്നകുമാർ തത്വമസിയായിരുന്നു പടയണി ആചാര്യൻ. കഴിഞ്ഞ ഒരു വർഷമായി പടയണി പരിശീലിച്ചു വരുന്നവരുടെ അരങ്ങേറ്റമടക്കം വിപുലമായ തയ്യാറെടുപ്പുകളോടെ നടത്തിയ പടയണി എഴുന്നള്ളത്ത് നാട്ടുകാർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. പാടത്തുണ്ട് പൂലമക്കോടിയാ പാടത്തുണ്ടോ പൂലമക്കോടിയാ ആരിൽ കനിഞ്ഞു കരിനാമം ചൊൽവാൻ ആരിൽ കനിഞ്ഞു കരിനാമം ചൊൽവാൻ. ഇതിനോടനുബന്ധിച്ച് രാവിലെ തന്നെ ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നടതുറപ്പ്, നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ദേവീ ഭാഗവത പാരായണം, നവകം, കലശപൂജ, കാവിൽ നൂറുംപാലും, കഞ്ഞിസദ്യ തുടങ്ങിയവ നടന്നു. തുടർന്ന് കോലങ്ങളുടെ എടുത്തുവരവുണ്ടായി. പനയനാറുകാവ് ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കോലങ്ങൾ പുറപ്പെട്ടത്. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം വലിയ പടയണി നടന്നു. ഇവിടെ പടയണി എന്ന് പറഞ്ഞ ഈ പൈതൃക കല, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരും പൂർവികരും ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണ്. ഇപ്പം ദേവിയെ കൂടുതൽ ചൈതന്യം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഈ പടയണി ചടങ്ങുകൾ നടക്കുന്നത്. അപ്പം അദ്ദേഹം അന്ന് പഠിച്ചു, ഇവിടെ പടയണി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, തൊട്ടടുത്ത് പടയണി വെട്ടം എന്നൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കാണും ദൂരം. അപ്പോൾ പടയണി വെട്ടം എന്നാണ് സ്ഥലം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അങ്ങനെ ഒരു പേര് ആ സ്ഥലത്തിന് ഉള്ളൂ. ഞങ്ങളൊക്കെ പടയണിക്കാരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അങ്ങനൊന്നുമല്ല. പടയണി വെട്ടം എന്നൊരു സ്ഥലത്ത് അവിടെ ആരും പടയണിക്കാരില്ലായിരുന്നു, പണ്ടുണ്ടായിരുന്നു. അതുണ്ടാക്കാൻ ഞാൻ 40 കൊല്ലത്തോളമായിട്ട് പടയണിയിലുണ്ട്. അപ്പോൾ ഈ പടയണിയിൽ ഒരാളെ ഒരു പരുവപ്പെടുത്തി എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മധുസൂദനൻ നമ്പൂതിരി, ക്ഷേത്രമേൽശാന്തി വിപിൻ നമ്പൂതിരി, പടയണി ആചാര്യൻ പ്രസന്നകുമാർ തത്വമസി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.